സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിനെതിരെ മുൻ എംഎൽഎ ആയ വി.ടി. ബൽറാം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായി 25 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നതെന്നും ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ടൊരു ഉദ്ഘാടന മാമാങ്കം നടത്തേണ്ട കാര്യം എന്താണെന്നുമാണ് വി.ടി. ബൽറാം ചോദിച്ചത്. സർക്കാരിന്റെ PR വർക്കിനൊപ്പം ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നും വി.ടി. ബൽറാം പ്രതികരിച്ചു. തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിക്കൊണ്ടായിരുന്നു വി.ടി. ബൽറാമിന്റെ പ്രതികരണം. സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിനെതിരെയുള്ള വി.ടി. ബൽറാമിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. പ്രതിഫലം ചോദിച്ച കലാകാരിയെ ഒരു മന്ത്രി തന്നെ നേരിട്ട് അധിക്ഷേപിച്ച സംഭവമാണല്ലോ പുതിയ ചർച്ച. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. വിവാദമായപ്പോൾ മന്ത്രി പരാമർശം പിൻവലിച്ചെങ്കിലും അങ്ങനെയൊക്കെ പറയാനുള്ള അദ്ദേഹത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇനിയും കിട്ടിയിട്ടില്ല. അതിനിടയിലാണ് ഈ മന്ത്രി ഉൾപ്പെടുന്ന സർക്കാരിന്റെ പുതിയ മുഖഛായ നന്നാക്കൽ പരിപാടിയുടെ ഉത്തരവ് കാണുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും കോടികൾ ചെലവഴിച്ച് കേരളത്തിലുടനീളം അലഞ്ഞുതിരിഞ്ഞ് നടത്തിയ നവകേരള സദസ്സിന്റെ പുതിയ എപ്പിസോഡാണെന്ന് തോന്നുന്നു ഈ കരുതലും കൈത്താങ്ങും അദാലത്ത്. ഓരോ താലൂക്കിലും ഈ പരിപാടിക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്നത് 3 ലക്ഷം രൂപ വീതമാണ്. അതൊരു വലിയ തുകയാണെന്ന് പറയാൻ വയ്യ. എന്നാൽ ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് 25,80,500 രൂപ ചെലവഴിക്കുന്നുണ്ടത്രേ. അതെന്തിനാണ് അവിടെ മാത്രം അത്ര വലിയ തുക എന്നും വി.ടി. ബൽറാം ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ 77 താലൂക്കുകളിലും പരിപാടി നടത്തുമ്പോൾ അവിടെയെല്ലാം ഒരേ തരത്തിലുള്ള പരാതിക്കാരാണ് വരാനുള്ളത്. എണ്ണവും ഏതാണ്ടൊക്കെ ഒരുപോലെ ആയിരിക്കും എന്നനുമാനിക്കാം. അവർക്കെല്ലാം പന്തലും കസേരയും കുടിവെള്ളവും ഒക്കെയായി ഒരേ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്. അതിൽ ആദ്യം നടക്കുന്ന താലൂക്കിലെ പരിപാടിയെ സംസ്ഥാനതല ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചാൽ പോരെ? അതല്ലാതെ 23 ലക്ഷത്തോളം രൂപ അവിടെ അധികമായി ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന മാമാങ്കം എന്തിനാണ്? സർക്കാരിന്റെ PR വർക്ക് എന്നതല്ലാതെ പരാതിക്കാരെ സംബന്ധിച്ച് എന്താണ് ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് പ്രസക്തി എന്നും വി.ടി. ബൽറാം ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ പരാതിക്കാണ് ഈ അദാലത്തിൽ പരിഹാരമാവുക എന്നറിയില്ല. ഏതായാലും കൈകൊണ്ട് തൊട്ടുകൂടാത്ത ഐറ്റങ്ങളുടെ ഒരു നെഗറ്റീവ് ലിസ്റ്റ് സർക്കാർ ഉത്തരവിൽ തന്നെയുണ്ട്. രസകരമാണ് അതിലെ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് 12 കാര്യങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വി.ടി. ബൽറാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പാടില്ല. 2. വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രപ്പോസൽസ് പാടില്ല. 3. വീടില്ലാത്തവരുടെ പരാതികൾ സ്വീകരിക്കില്ല. 4. ജോലിയുമായോ PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്തുന്നതിന്റെയോ വിഷയം ഉന്നയിക്കാനാവില്ല. 5. കർഷകരുടെയോ ദുരിതബാധിതരുടെയോ കടങ്ങൾക്ക് ആശ്വാസം കിട്ടില്ല. 6. പോലീസിന്റെ ഗുണ്ടായിസത്തെക്കുറിച്ചോ മയക്കുമരുന്ന് പോലുള്ള സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചോ പരാതി പാടില്ല. 7. ഭൂമിക്ക് പട്ടയം കിട്ടാത്തവർക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. 8. അർഹത ഉണ്ടായിട്ടും ഭൂമി തരംമാറ്റി കിട്ടാത്തതിനെക്കുറിച്ച് മിണ്ടാനാവില്ല. 9. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു സഹായവും കിട്ടില്ല. 10. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചികിത്സയ്ക്ക് പോലും സഹായാഭ്യർത്ഥനയുമായി അദാലത്തിലേക്ക് ചെല്ലേണ്ട. 11. സർക്കാർ ജീവനക്കാർ ആരും രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റങ്ങളെക്കുറിച്ചോ തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചോ പരാതിപ്പെടേണ്ട. ഏറ്റവും ഒടുവിലത്തേത്, സ്വന്തം കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ട് തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നവർ പോലും സർക്കാരിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട. ഇത്രയുമാണ് വി.ടി. ബൽറാം പറഞ്ഞ കൈകൊണ്ട് തൊട്ടുകൂടാത്ത ഐറ്റങ്ങളുടെ നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്ന ആ 12 കാര്യങ്ങൾ. ഏറ്റവും ഒടുവിലായി പിന്നെ എന്തിനാണ് ഈ പ്രഹസനം എന്നുകൂടി പരിഹസിച്ചുകൊണ്ടാണ് വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്.